എന്നെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇന്ന് ഏതൊരു സുഹൃത്ത്, എൻ്റെ ഏതൊരു വ്യൂവർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോസ് എടുത്തു നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, താങ്കൾ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും വി.ഡി. സതീശനെതിരായിട്ടുള്ള വീഡിയോകളാണ്. അത് തെറ്റാണ് കേട്ടോ. ഒരു കാരണവശാലും എൻ്റെ വീഡിയോസുകൾ വി.ഡി. സതീശനെതിരല്ല. എന്നാൽ അതേസമയം തന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയങ്ങൾക്കെതിരാണ് ഞാൻ. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് നമ്മുടെ കേരളത്തിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ, ഒപ്പം തന്നെ നമ്മളെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുന്നത്തെ മുഖ്യമന്ത്രി എന്തൊക്കെ പ്രോഗ്രാമുകളാണോ ഈ ഒരു നാട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, അതൊന്നും തുടരാതിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിച്ചു പോകും. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് പാലക്കാട് ഒരു ബ്രൂവറി തുടങ്ങാനുള്ള ഒരു ഏർപ്പാടുണ്ടായിരുന്നു, ഒരു മദ്യനിർമ്മാണശാല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴുള്ള മദ്യത്തിന് അപാരമായിട്ടുള്ള വില നൽകേണ്ടി വരുന്നുണ്ട്. അത് പകുതിയോളം കുറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു നിർമ്മാണശാല തുടങ്ങാൻ വേണ്ടിയിട്ട് പദ്ധതി MP രാജേഷ് ഇട്ടത്. ആ പദ്ധതി ഉപേക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. പരോക്ഷമായിട്ട് 2000-ഓളം ആളുകൾക്ക്, പ്രത്യക്ഷമായിട്ട് 600-ഓളം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമായിരുന്നു. അത് നിർത്തലാക്കുന്നു. അതിന് പകരമായിട്ട് ഇവർ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? എൻ്റെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ഇത് മാത്രമാണ്. അല്ലാതെ ഞാൻ അദ്ദേഹം തുടങ്ങുന്ന എല്ലാ പ്രോഗ്രാമിനെയും അങ്ങോട്ട് പച്ചയ്ക്ക് എതിർക്കുക എന്നല്ല. നമ്മൾ ലോജിക്ക് വെച്ചിട്ടാണ് ഈ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എല്ലാവരും ഇവരെ പ്രചരിപ്പിച്ചത് അത് മദ്യനിർമ്മാണശാല വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോട്ട് മദ്യ വിൽപ്പന കൂടുമെന്നാണ്. എന്തൊരു മഹാവിഡ്ഢിത്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആൾറെഡി കർണാടകയിൽ നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ മദ്യം വാങ്ങിക്കുന്നുണ്ട്. മദ്യം വാങ്ങിച്ച് അതിനേക്കാൾ വലിയ ഇരട്ടി വില വെച്ചിട്ടാണ് നമ്മളിവിടെ വിൽക്കുന്നത്. കാരണം നമുക്ക് വില ലാഭം കിട്ടണ്ടേ. അപ്പോൾ നമ്മൾക്ക് നികുതിയും മറ്റും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരട്ടി വില കൊടുത്ത് വിൽക്കേണ്ടി വരുന്നു. നമ്മൾ മലയാളികൾ അത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേടും വരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു അവസ്ഥ മാറുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പണം കൊടുത്ത് വാങ്ങിക്കുന്നതിന്റെ പകുതിയോളം തുക കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങനെ അങ്ങോട്ട് പൈസ പോവാതെ അത് ഈ നാട്ടിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് നടക്കുമല്ലോ എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് MP രാജേഷ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അതിന് തുരങ്കം വയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടാമത് കേരയിൽ എന്ന് പറയുന്ന പദ്ധതി നോക്കൂ. നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ നാട്ടിലത്തെ ഈ ഭരണാധിപന്മാർ പ്രവർത്തിക്കേണ്ടത് ഇന്നേക്കും നാളത്തേക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. ഒരല്പകാലം അങ്ങോട്ടേക്ക്, ഒരു 50 വർഷം അങ്ങോട്ട്, ഒരുപക്ഷെ നമ്മളെല്ലാം ഭൂമിയില്ലാത്ത കാലഘട്ടത്തിലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും സ്പീഡിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ നാടുകൾ മാറണമെന്നുള്ളതാണ്. അങ്ങനെ മാറണമെങ്കിൽ നല്ല ഇച്ഛാശക്തി വേണം. പിണറായി വിജയൻ ചെയ്തതുപോലെ ഇവിടെ ദേശീയപാത വരാൻ വേണ്ടിയിട്ട് 560 കോടി രൂപയാണ് നമ്മുടെ മലയാളികൾക്ക് സ്ഥലം കൊടുക്കുന്നവർക്ക് ആ സ്ഥലത്തിന് വിലയായിട്ട് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച് 560ഓളം കോടി രൂപയാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് മലയാളികൾ ഒരു മടിയും കൂടാതെ അവരുടെ സ്ഥലം കൊടുത്തത്. കാരണം അവരുടെ നാട്ടിലൊരു 1 സെന്റിന് ഒരു 4 ലക്ഷം രൂപയുള്ള ഒരു സ്ഥലത്തിന് ഗവൺമെന്റ് നൽകുന്നത് 10 ലക്ഷമൊക്കെ അടുത്താണ്. മനസ്സിലായില്ലേ? 1 സെന്റിന് 10 ലക്ഷം വെച്ചിട്ടൊക്കെ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാനായാലും കൊണ്ടുപോയിക്കൊള്ളും പറയും. ഒരു സംശയമില്ലാതെ എടുത്തോളൂ പറയും. നമ്മുടെ വീട് അടക്കെടുത്തുള്ള പൈസ കിട്ടിയത് ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ആ ഒരു നമ്മുടെ ദേശീയപാത പോകാത്ത വേറെ സ്ഥലത്ത് പോയി ഞാൻ വീട് വെച്ചോളാന്നേ. ഇങ്ങനെ ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ വികസനം വന്നിരുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വേഗതയേറിയ വികസനമാണ് നിർത്തലാക്കിയത്. ഇങ്ങനെ ഇവർ അധികാരത്തിൽ കയറിയതിനു ശേഷം നിരന്തരമായിട്ട് നിർത്തലാക്കുക എന്ന് പറയുന്ന പദ്ധതി മാത്രമേ ഉള്ളൂ. ഒരു പദ്ധതി പോലും ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി, ജനങ്ങൾക്ക് ജോലി ലഭിക്കുന്ന, യുവാക്കൾക്ക് ജോലി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഉണ്ടെങ്കിൽ ഇതിന് താഴത്തൊന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്ക് പറ്റിയ തെറ്റാണെങ്കിൽ ഞാനത് തിരുത്താം, ഒരു സംശയമില്ല. എനിക്ക് വല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോളട്ടെ. ഒരു വിരോധമില്ല. തെറ്റ് സംഭവിച്ചോ, ഞാൻ പച്ചയ്ക്ക് അത് ക്ഷമിക്കൂ സുഹൃത്തുക്കളെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എൻ്റെ വീഡിയോസുകളൊക്കെ പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയുടെ പക്ഷത്ത് മരണം വരെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് ഇപ്പോൾ പലരും എന്നെ പല രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചില ആളുകളൊക്കെ മെസ്സേജ് വഴിയൊക്കെ വൻ ഭീഷണികൾ, നിനക്ക് വി.ഡി. സതീശനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിച്ചോട്ടെ. എൻ്റെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിനെതിരെയല്ല ഞാനിപ്പോൾ പിണറായി വിജയനെ എതിർക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തിയല്ല എതിർക്കുന്നത്. അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു ആശയത്തെ നമ്മൾ എതിർക്കുന്നത്. തല കയറുന്നുണ്ടാ
അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഈ അടുത്ത് നിയമസഭയിൽ ചെയ്തതാണ്. വേണമെങ്കിൽ ആ നിയമസഭയിൽ ശത്രുക്കൾ എന്ന് പറയാവുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട് പിണറായി വിജയന്റെ. പക്ഷേ അവരോടെല്ലാം വളരെ സ്നേഹത്തോടെ ചിരിച്ച് കൈകൊടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ ശത്രുത എന്ന് പറയുന്നത് വ്യക്തിപരമല്ല, അത് ആശയങ്ങൾ തമ്മിലാണെന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനമായിട്ട് വി ഡി സതീശൻ പെട്ടുപോയത് ഏത് കേസിലാണ്? അതും ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരണോ? വേണമെങ്കിൽ ഇതൊന്ന് കേട്ടങ്ങൾക്ക് മനസ്സിലാവും. കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് കണ്ടു തന്നെ അറിയട്ടെ. പക്ഷെ ഇടപെടുന്ന ഇടത്തുനിന്നും തുടങ്ങി വന്ദേ മാതരത്തിലൂടെ അത് തുടർന്ന് മേനോൻ മുഖ്യമന്ത്രിയിൽ നിന്നും ആരംഭിച്ച ആ മാറ്റം ഇപ്പോഴെത്തി നിൽക്കുന്നത് സാധാരണ നിലയിൽ കേരളത്തിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതരാകുന്ന ഘട്ടത്തിലേക്കാണ്. അവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രത്തൻ യു ഖേൽക്കർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തെ ഇതാണ് ഇപ്പോൾ വി ഡി സതീശൻ പെട്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു പ്രശ്നം. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനും വി ഡി സതീശനും അടക്കമുള്ള ആളുകളൊക്കെ മത്സരിച്ച ആ ഒരു ഇലക്ഷൻ നിയന്ത്രിച്ച ഒരു മനുഷ്യനുണ്ട്. ആ ഒരു മനുഷ്യനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് വിഷയം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ചില ആളുകൾക്ക് ഇത് എന്താണ് വിഷയമെന്ന് പോലും മനസ്സിലായിട്ടില്ല. നമ്മുടെ കേരള ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആദ്യം മനസ്സിലാക്കും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് എന്താ പറയാ, അതിനെ എല്ലാ രീതിയിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതേ നാട്ടിൽ തന്നെ ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടോ ഒക്കെ നിയമിക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടി നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് എന്തൊക്കെയോ അവർ തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും സംശയിക്കേണ്ടത്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു. മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അവിടെ BJP ആണ് ജയിച്ചത്. അവിടെ വോട്ട് ഏകദേശം 1 കോടിയോളം വോട്ടൊക്കെ ഈ ഒരു മനുഷ്യൻ ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. 35 ലക്ഷം പേരുടെ അപേക്ഷ വന്നിട്ട് പോലും അത് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തൊക്കെയായാലും അവിടെ BJP ജയിച്ചു. BJP ജയിച്ചപ്പോൾ അവിടെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന മനുഷ്യനാണ് ജയിച്ചത്. ഇപ്പൊ ഹിന്ദുക്കളെ മാത്രമേ ഞാൻ നോക്കുള്ളൂ, മുസ്ലിങ്ങളെ ഞാൻ പരിഗണിക്കുകയില്ല എന്ന് പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ സമയത്ത് നോക്കൂ, അവിടുത്തെ ആ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് എന്താക്കി മാറ്റിയത്, സംസ്ഥാന ചീഫ് സെക്രട്ടറി ആക്കി മാറ്റിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ BJP-കാരനായിട്ടുള്ള സുവേന്ദു അധികാരി അടക്കമുള്ള ആളുകൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്തെങ്കിലും കള്ളക്കളികൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ഏറ്റവും മേലെയുള്ള ആളുകളൊക്കെ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇത് ഉന്നയിക്കുകയും ഇത് വോട്ട് ചോരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതേ സാധനം തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചേ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രത്തൻ കേൽക്കർ IAS. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ വി ഡി സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനാവാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ, അതായത് ബംഗാളില് എന്ത് പ്രശ്നമാണോ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഉന്നയിച്ചത്, അതേ സെയിം സാധനം തന്നെയല്ലേ കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് മാറാത്തത്, അതൊരു പ്രശ്നമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എന്റെയൊക്കെ മാന്യമായ നീതിപൂർവമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ ഇതിനൊക്കെ എതിർക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഞാൻ എന്തോ പക്ഷപാതിത്വം കാണിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റ് തന്നെയാണ്. ബംഗാളിൽ സംഭവിക്കുമ്പോൾ അത് തെറ്റാണെന്നും കേരളത്തിൽ സംഭവിക്കുമ്പോൾ അത് ശരിയാണെന്നും തോന്നുന്നുണ്ടാ. ഇതുകൊണ്ടാണ് പറയുന്നത് സതീശന് തുടക്കം മുതൽ തന്നെ പാളി എന്നുള്ളതാണ്. ജാതിപ്പേര് പറഞ്ഞ് അധികാരത്തിൽ കയറുന്ന ആ ഒരു നിമിഷം മുതൽ ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ P. രാജീവ് അടക്കമുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു അവസാനത്തെ ഒരു ചോദ്യം എങ്ങനെയാണ്, ബംഗാളിൽ സംഭവിച്ചാൽ അത് കൊള്ളയുടെ പ്രതിഫലമെന്നും കേരളത്തിൽ സംഭവിച്ചാൽ പിന്നെ എന്തെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും ഒപ്പം തന്നെ ഇപ്പോൾ നിയമിതനായിട്ടുള്ള ആ ഒരു ചീഫ് സെക്രട്ടറിയും രത്തൻ കേൽക്കറുമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്ന്. അതല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കേണ്ടത്. വേറെ ഏത് ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? ഇതിങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിങ്ങനെ പറഞ്ഞിട്ടും ഇത് അതൊന്നുമല്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ്. കേട്ടോക്കൂ. രത്തൻ കേൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെന്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തത്.
അദ്ദേഹത്തെ ശരി, സമ്മതിക്കുന്നു. ഇലക്ഷൻ കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഗവൺമെന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞ് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. അങ്ങനെ അദ്ദേഹത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് അവിടെ പോസ്റ്റ് ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റിനോട് ഒരു സ്നേഹം ഉണ്ടാവണം, അല്ലെങ്കിൽ പിണറായി വിജയനോട് സ്നേഹം ഉണ്ടാവണം, CPM-കാരനോട് സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹമൊന്നും നമ്മൾ ഇലക്ഷനിൽ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹത്തെ നിശ്ചയിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ട ഒരു വലിയ ഭീകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അയച്ച ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് എല്ലാ ആളുകൾക്കും അയച്ച കത്തിൽ BJP-യുടെ സീല് വന്നു. അതൊരു അബദ്ധമാണെന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് രത്തൻ കേൽക്കർ. ഒരു അബദ്ധം ഓഫീസിൽ നിന്ന് സംഭവിച്ചു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ, ഈ ഒരു അബദ്ധം സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് വാർത്ത ചെയ്ത എല്ലാ ചാനലുകൾക്കെതിരെയും കേസെടുക്കാൻ കൂടി ഇദ്ദേഹം പുറപ്പെടുവിപ്പിച്ചു ഒരു ഉത്തരവ് എന്നുള്ളതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇത് ഏത് വർഗമാണ് നമുക്ക് മനസ്സിലാവും. അസല് സംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ പൊള്ളും, എങ്കിലും അത്തരമൊരു സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ സംശയിക്കുന്നത്. എന്തായാലും ബാക്കി കേൾക്കാം. തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട്, അതിനെന്താ കുഴപ്പമെന്ന്? ഇലക്ഷന് മുമ്പ് പിൻപോ രത്തൻ കൽക്കർക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ അത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ല, നോക്കൂ എന്തൊരു നുണയാണ് പറയുന്നത്, എന്തൊരു പച്ച നുണയാണ് ഇരുന്ന് പറയുന്നത്. ആലോചിച്ചൊക്കെ എലക്ഷൻ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് BJP-യുടെ സീല് പ്രശ്നം ഉണ്ടായത്. അത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഈ ആഭ്യന്തരമന്ത്രി അറിയാത്തതാണോ, കേൾക്കത്താണോ? അല്ല, ചില കാര്യങ്ങളൊന്നും ഇവർ കേൾക്കില്ല. എന്നിട്ടോ നമ്മളെ മുമ്പിൽ വളരെ നല്ല പിള്ള ചമയും ചെയ്യും. ഈ നല്ല പിള്ള ചമയുമ്പോൾ അവിടെ ഈ കേൾക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കുത്തിവെച്ചിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്. ഇവന്മാരെ വായിലൊക്കെ പഴവും തിരികെ കയറ്റിക്കൊണ്ട് ഇവന്മാരിയിരിക്കുന്നത്. ഈ ഒരു ചോദ്യം, ഇതേപോലത്തെ ഒരു ചോദ്യം, അങ്ങനെയല്ലല്ലോ, അയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. അദ്ദേഹം അവിടെ ഇലക്ഷൻ കമ്മീഷനായി ഇരിക്കുന്ന സമയത്തല്ലേ BJP-യുടെ സീല് വിവാദം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഡീല് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? BJP-യുമായിട്ട് ഇദ്ദേഹം വഴി VD സതീശൻ ഡീല് നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചായിരുന്നോ? ചോദിക്കില്ല. ഇനി ഇതവിടെ കിടക്കട്ടെ, ആഭ്യന്തരമന്ത്രിയുടെ വർത്തമാനം അവിടെ കിടക്കട്ടെ. വേറൊരാളുണ്ട്, KPCC-യുടെ അധ്യക്ഷനാണ്, അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കും. രത്തൻ കേൽക്കർ എന്ന വ്യക്തിക്കെതിരെ നമ്മൾ അങ്ങനെ ആശയം ഉന്നയിച്ചില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. നല്ല സൗമ്യനായ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പല വകുപ്പുകളിലും പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിലൊന്നും ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അദ്ദേഹം ഒരു നല്ല IAS ഉദ്യോഗസ്ഥനല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു നല്ല IAS ഉദ്യോഗസ്ഥനാണ്, നമ്പർ 1 ആണ്, ഒരു സംശയമില്ല. ഏറ്റവും നല്ല IAS ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അവാർഡ് അടക്കം വാങ്ങിച്ചു കൂട്ടിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പക്ഷേ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ ഭരിക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മാറുക എന്നത് ബംഗാളിൽ സംഭവിക്കുമ്പോൾ അത് വോട്ട് ചോരിയാവുകയും കേരളത്തിൽ സംഭവിക്കുമ്പോൾ അത് ആഹാ എന്ന് പറയുകയും ചെയ്യുന്നതിലെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലതാണ്. 24 മണിക്കൂറും ക്രെഡിബിലിറ്റി വേണം, വിശ്വാസ്യത വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്ത് സുതാര്യതയാണ്, എന്ത് ക്രെഡിബിലിറ്റിയാണ് അവകാശപ്പെടാനുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് തെരഞ്ഞു കിട്ടുന്ന അത്ര സംശയങ്ങൾ അവരുടെ ഒരു വാക്കെന്ന നിലയ്ക്കോ നാക്കെന്ന നിലയ്ക്കോ ഈ ചാനലിലൂടെ ഞാൻ ചോദിക്കുമ്പോൾ അതൊരു വ്യക്തിക്ക് നേരെയുള്ള ചോദ്യങ്ങളല്ല, അത് ആ ഒരു ആശയത്തിനോ ആ ഒരു സിസ്റ്റത്തിനു നേരെയുള്ള ചോദ്യങ്ങളാണ്. ആ രീതിയിലാണ് അതിനെ എടുക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ബൈ.